ADGP RSS കൂടിക്കാഴ്ചയെ പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടെന്ന് MV ഗോവിന്ദൻ. സന്ദർശനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന വാദം അസംബന്ധം. എല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന് VD സതീശൻ. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കുഞ്ഞാലിക്കുട്ടി. UDF-ഉം CPI-എമ്മും തമ്മിൽ അന്തർധാരയെന്ന് K. സുരേന്ദ്രൻ. ADGP MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് PV അൻവർ. കോഴിക്കോട് മാമി തിരോധാനത്തിൽ ADGPക്ക് പങ്കുണ്ട്. തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് PV അൻവർ. തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായി. ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിൽ. 1 മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് തുടങ്ങാനാകുമെന്ന് ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സാറ്റ്സ് ജീവനക്കാരുടെ സമരം അവസാനിപ്പിച്ചു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി അധികൃതർ. ശമ്പള പരിഷ്കരണത്തിനും ബോണസ് വർധനയ്ക്കും അംഗീകാരം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിലാക്കിയ നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിൽ. കുഞ്ഞിന് 2 ദിവസം പ്രായം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നടിയോടുള്ള മോശം പെരുമാറ്റത്തെ എതിർത്തതിന് സിനിമയിൽ വിലക്ക് നേരിട്ടെന്ന് സംവിധായിക സൗമ്യ സദാനന്ദൻ. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ടെന്നും സൗമ്യ. നടൻ ബാബുരാജിനെതിരായ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. തൊടുപുഴ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം. പാരീസിൽ ചരിത്രമെഴുതി ഇന്ത്യ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 29 മെഡലുകൾ. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും നേടി.